അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുൽ ഖാദറും കൂട്ടുകാരും പശുവിൻ്റെ പിന്നാലെ മേച്ച് നടക്കുകയാണ്. കൂട്ടത്തിൽ ഒരു പശു അബ്ദുൽ ഖാദറിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദർ, നീ ഇതിനു വേണ്ടി പടക്കപ്പെട്ടവനല്ല, നിന്നോട് ഈ നിർദ്ദേശമില്ല, തിരിച്ചു പോകുക. കുട്ടിയാകെ പേടിച്ചു. ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മുൽ ഖൈർ എന്ന് നാട്ടുകാർ വരെ വിളിക്കുന്ന വളരെ ശ്രേഷ്ഠയായ മഹദിയായ ഇബാദത്തിലും വറയിലുമായി ജീവിതം നയിക്കുന്ന പണ്ഡിതയായ വനിത മനസ്സിലാക്കി എൻ്റെ കുട്ടിക്ക് നല്ല ഒരു ഭാവിയുണ്ടെന്നും ഇൽമിനു വേണ്ടി അവനെ പറഞ്ഞയക്കണമെന്നുമുള്ളതിൻ്റെ സൂചനയാണെന്നും. അങ്ങനെയാണ് നാട്ടിൽ കളിച്ച് നടക്കേണ്ടവനായ ഒരു അബ്ദുൽ ഖാദർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനത്തിലേക്ക് ഉയർന്ന യാത്രയുടെ തുടക്കം കുറിക്കുന്നത്. ഹിജ്റ 471 ഇറാനിലെ തൊബരിസ്ഥാനിൽ ജീലാൻ ഗ്രാമത്തിൽ അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകനായി അബ്ദുൽ ഖാദർ ജനനം കൊള്ളുകയാണ്. റമളാൻ 1 ജനനം. ആ 1 തീയതി മുതൽ റമളാനിൻ്റെ ഒരൊറ്റ പകലിൽ പോലും ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അമ്മിഞ്ഞ നുണഞ്ഞിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് മുഹീദ്ദീൻ മാലയിൽ കാണുന്നത്, മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാത്തോവർ. അത്ര പരിശുദ്ധമായ ജീവിതമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ മഹാനവറുകളുടേത്. ശിക്ഷയുണ്ടായത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, അള്ളാഹുവിൻ്റെ കാവൽ. കാരണം വാവാമുതുകിന്ന് കുത്തുബായി വന്നോവർ വാനം ആതെളിയിലും കേളി മികന്തോവർ. അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് ഉപ്പയുടെ മുതുകിൽ വെച്ച് തന്നെ കുത്തുബാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് മഹാനവറുകൾ. നല്ല ഷരീഫായ വിശുദ്ധമായ പരമ്പരയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റേത്. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയിലേക്കും ഉമ്മയാകുന്ന ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും ചെന്നെത്തുന്നുണ്ട്. അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിന് സൗമഈ എന്ന് പേര് വരാൻ തന്നെ കാരണം വളരെയധികം നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സൗമഅത്ത് എന്ന് പറഞ്ഞാൽ മഠം, ആരാധന നിർവഹിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഈ ആരാധന നിർവഹിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് നാട്ടുകാർ വിളിച്ച പേരാണ് സൗമഈ എന്ന്. വളരെയധികം വിശന്ന് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആപ്പിൾ, വീണ് കിടക്കുന്ന ഒരു പഴം ഭക്ഷിച്ചത്, അത് പൊരുത്തപ്പെടിയിക്കാൻ വേണ്ടി വർഷങ്ങളോളം മുതലാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുകയും അവസാനം കയ്യും കാലും കാതും മൂക്കുമില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റെടുക്കുകയും ചെയ്ത വലിയ സുഹ്ദിൻ്റെ, വലിയ പ്രപഞ്ചത്യാഗത്തിൻ്റെ, ഈ ദുനിയാവ് ഒന്നുമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ മകുടോദാഹരണമാണ് ഉപ്പയാകുന്ന അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു. ജംഗി ദോസ്ത് എന്ന് പറഞ്ഞാൽ, ജംഗി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ യുദ്ധമെന്നാണ്, ദോസ്ത് എന്ന് പറഞ്ഞാൽ ചങ്ങാതി. അപ്പോൾ സമരങ്ങളോട് ചങ്ങാതിയാകുന്നവൻ. അഫ്ളലുൽ ജിഹാദ് ജിഹാദുൻ നഫ്സ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ശരീരത്തോട് ചെയ്യുന്ന യുദ്ധം. ആ യുദ്ധത്തിന് ഏറ്റവും ശ്രേഷ്ഠത കണ്ടെത്തി ശരീരത്തോട് നിരന്തരമായി യുദ്ധം ചെയ്ത് ശരീരത്തിൻ്റെ ദേഹേച്ഛകളുടെ ഇഷ്ടത്തിന് തൻ്റെ ഒരു ഇഷ്ടവും വിട്ടുകൊടുക്കാതെ അതിനെതിരെ പോരാടി നല്ല സുഹ്ദിലായി അള്ളാഹുവിൻ്റെ ഭക്തിയിലായി ജീവിച്ച മഹാനായിരുന്നു അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ജംഗി ദോസ്ത് എന്ന പേര് വരാൻ കാരണം.
അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ വിട പറഞ്ഞുപോയി. ശേഷം ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മയുടെ ഉപ്പ വലിയ പ്രപഞ്ചത്യാഗിയും സാഹിദും ആലിമും വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതനുമായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിൻ്റെയും ശിക്ഷണത്തിലായിരുന്നു തുടർന്നുള്ള ജീവിതം. പ്രാഥമിക വിദ്യാഭ്യാസം അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷം 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇറാഖിലേക്കുള്ള യാത്രയും അതിലുള്ള സംഭവ വികാസങ്ങളും തുടർന്നുള്ള വളരെ വലിയ വിഷമകരമായ വളരെ തസവുഫിൻ്റെയും സുഹുദിൻ്റെയും ജിഹാദിൻ്റെയും ഒരു ജീവിതം വളരെ വിശദമായി പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നമുക്ക് വളരെയധികം മാതൃകകൾ ആ ജീവിതത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.